ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു അഗ്നിജ്വാലയെ തന്റെ സേവകരായും കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു അഗ്നിജ്വാലയെ തന്റെ സേവകരായും മരണപാതാളത്തിൻ താക്കോലുള്ളവൻ എന്നേക്കും നിത്യജീവനേകിടുന്നവൻ മരണപാതാളത്തിൻ താക്കോലുള്ളവൻ എന്നേക്കും നിത്യജീവനേകിടുന്നവൻ ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. പിടിച്ചും മാറത്തു പൊൻകച്ചയണിഞ്ഞവനായി 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും കണ്ണുകൾ
അഗ്നിജ്വാലയ്ക്കൊത്തതും അവൻ മുടി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ സർവമഹത്വത്തിനും യോഗ്യനവൻ യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം സർവമഹത്വത്തിനും യോഗ്യനവൻ യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സ്നേഹവാനായ ദൈവത്തെ ഉപദ്രവിച്ചിടുന്നവനായ ശൗലിനെ തക്ക സമയത്ത് വിളിച്ചു. അവിടെയുള്ള അനനിയാസ് എന്ന് പറയുന്ന ദൈവവേദലിനെ പിടിച്ചു കെട്ടി തടവിലാക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് വന്നവനായിരുന്നു ശൗല്. എന്നാൽ ആ ശൗല് അനനിയാസിൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ദമസ്കോസിൻ്റെ പടിവാതിലൊക്കെ ചെയ്യുവനെ വിളിച്ചു. ഒരു ശബ്ദം അവൻ കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ശൗലിൻ്റെ ധാരണ യഹോവയായ ദൈവമാണ് ഏക ദൈവം. ആ ദൈവത്തിൻ്റെ ഏക സഭയാണ് യഹൂദ സഭ. ആ യഹൂദ സഭയ്ക്കെതിരായി ആര് എന്ത് മിണ്ടിയാലും അവനെല്ലാം ശത്രുക്കൾ. അത്ര ഒരു തീഷ്ണതയേറിയ മതഭക്തനായി ജീവിച്ചവനാണ് ശൗല്. ആ ശൗലിനെയും ദൈവം വിളിച്ചു. പ്രിയപ്പെട്ടവരെ, തന്നെ ഉപദ്രവിക്കുന്ന ശൗലിനെ ദൈവം വിളിച്ചു. ഇന്നും പാപത്തിൽ നിന്ന് വേർപാടില്ലാതെ ദൈവനാമം ദുഷിച്ചുകൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനസമൂഹത്തെയും ദൈവം വിളിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അവൻ ആരെയും ശിക്ഷിക്കുന്ന ദൈവമല്ല. മനുഷ്യർക്ക് വേണ്ടി ദൈവം നരകം ഒരുക്കിയിട്ടുമില്ല. ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ നിത്യമായ സ്വർഗം മനുഷ്യൻ കണ്ടിട്ടില്ലാത്തതും അവൻ കേട്ടിട്ടില്ലാത്തവൻ്റെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാത്തതുമായ പരമോന്നതമായ ഭാഗ്യം, സ്വർഗീയ ഭാഗ്യം, സ്വർഗരാജ്യം അത് തരുവാനായി ദൈവം വിളിക്കുന്നു. ശൗലിനെ വിളിച്ചു. നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആരായിരുന്നു ഈ ശൗല്? ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവമക്കളെ പിടിച്ചു കെട്ടി തടവിലാക്കുക, കൊല്ലുക, അതായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമതായിരുന്നു. ആ ശൗലിനെയും ദൈവം വിളിച്ചു, സ്നേഹത്തോടെ വിളിച്ചു. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് വിളിച്ചു. കുതിരപ്പുറത്ത് ഹുങ്കാരത്തോടെ അനേക ഭടന്മാരുടെയും യെരൂശലേം ദേവാലയത്തിലെ കരിമ്പൂച്ചകളുടെയും അകമ്പടിയോടെ 140 മൈൽ ദൂരം യാത്ര ചെയ്ത് ആർക്കും കീഴടങ്ങാത്തവനായി വന്നവനായ അഹങ്കാരിയായ ശൗലിനെ ദൈവം വിളിച്ചു. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കരുതെന്ന്. 2 പ്രാവശ്യം കർത്താവ് വിളിക്കുന്നതെല്ലാം വേദനയോടെ വിളിക്കുന്നതാണ്. ഇന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് എത്ര 2 പ്രാവശ്യം പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. അവൻ നമ്മളെ അറിയാം, നമ്മുടെ പ്രകൃതം അറിയാം, നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ വീഴ്ചകളറിയാം. എല്ലാം അറിയുന്നവനല്ലേ കർത്താവ്? ആണല്ലോ. ഇന്ന് നമ്മളെയും വിളിക്കുന്നുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കരുതെന്ന്. തക്ക സമയത്ത് കർത്താവ് വിളിച്ചു. എന്നെയും നിങ്ങളെയും കൃത്യമായി വിളിച്ചു. ശാന്തമായി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന്
നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൃത്യസമയത്ത് ദൈവം എന്നെയും വിളിച്ചു. ശൗലിനെ വിളിച്ച അതേ ദൈവം എന്നെയും വിളിച്ചു ഈ തലമുറയിൽ. പ്രിയപ്പെട്ടവരെ, ആ വിളി ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. സംശയിക്കണ്ട. ആ ദൈവ ശബ്ദത്തിൻ്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനെ നോക്കണ്ട. മനുഷ്യരാരായാലെന്താ മൈക്കിൽ കൂടെ ഒരു ശബ്ദം കേൾക്കുന്ന ആ മൈക്കല്ലല്ലോ ആ ശബ്ദം തരുന്നത്. അടുക്കളയിലെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്നു, ടാപ്പല്ല വെള്ളം തരുന്നത്. നിങ്ങൾ മനുഷ്യരെല്ലാം മറക്ക്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ വാസ്തവമായി നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന അദൃശ്യനായ ദൈവത്തെ കാണൂ. സ്നേഹവാനായ ദൈവത്തെ കാണൂ. നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നവനായ ദൈവത്തെ കാണൂ. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ആരിലാണ് സന്തോഷിക്കുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ തിരുവായ മൊഴികളാണ്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ആരെ നോക്കിയാണ് സന്തോഷിക്കുന്നത്? മറക്കരുത്. ഞാൻ ആത്മീയത്തിൻ്റെ മുൻപന്തിയിലുണ്ട്. എനിക്ക് ആത്മീയമായ പരിവേഷങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവമക്കളെ വെറും പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നവരുണ്ട്, ചടങ്ങുകളിൽ മുഴുകി ജീവിക്കുന്നവരുണ്ട്. അവരെ നോക്കി ദൈവം സന്തോഷിക്കുന്നില്ല. ഞാൻ നീതിമാൻ എന്ന് സ്വയം അഭിനയിച്ച് അങ്ങനെ ഭക്തിയുടെ വേഷം കെട്ടി നടക്കുന്ന ബഹുഭൂരിപക്ഷം ഇന്ന് അങ്ങനെയാണ്. ഓരോ വിശ്വാസിയെയും കണ്ട് പേഴ്സണലായിട്ട് സംസാരിച്ച് നോക്ക്. ഞാനങ്ങ് സ്വർഗത്തിലോട്ടാ, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ സഭ ശരിയാണ്, എൻ്റെ കൂട്ടായ്മ ശരിയാണ്, ഇത് പറയുന്നവരല്ലേ എല്ലാം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അവരല്ല ദൈവം പ്രസാരിക്കുന്നത്. മാനസാന്തരപ്പെടുന്ന ഒരു പാപി. ശൗലിനെയും ദൈവം വെറുത്തില്ല. ശൗലിനെയും തക്ക സമയത്ത് ദൈവം വിളിച്ചു. അനന്യാസിനെ കൊല്ലുവാൻ, പിടിച്ചു കെട്ടി തടവിലാക്കുവാൻ വേണ്ടി വന്ന ആ ശൗലിനെയും ദൈവം സ്നേഹിച്ചു. ഇന്നും പാപത്തിൽ മുഴുകി ജീവിക്കുന്ന സഹോദര സഹോദരി, നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു. ഇത് പരമമായ സത്യമാണ്. അങ്ങോട്ട് വിശ്വസിക്കൂ. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അവൻ അവിടെ നിന്നാണ് വന്നത്. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി. എല്ലാ അധികാരവും കയ്യിലുണ്ട്. ആരെയും പിടിച്ചു കെട്ടി തടവിലാക്കുവാനും കൊല്ലാൻ പോലും. സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രം കാത്തവനാണ് ശൗല്. അതാ ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് നടക്കുന്ന കാര്യമാണ്. അത്ര ഭീകരനാണ്. പക്ഷെ പാവബോധമില്ല. ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളാണ് എന്ന് ധരിക്കുന്നു. ഏറ്റവും വലിയ അപകടകരമായ സ്ഥിതി. സാത്താൻ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. അനേകരറിയുന്നില്ല. എന്നാൽ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു. തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം വിളിക്കുന്നു. ഇന്നും ദൈവം വിളിക്കുന്നു. ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. നാം കണ്ടു ആരിലാണ് സന്തോഷിക്കുന്നത്. എന്ന് ഈ ദൈവശബ്ദം കേട്ട് കർത്താവിലേക്ക് തിരിയുവാൻ, കർത്താവിനെ കണ്ടാൽ, നിന്റെ ഉൾക്കണ്ണുകൾ തുറന്ന് നീ കർത്താവിനെ കണ്ടാൽ, ഒരു വാക്ക് കേട്ടാൽ ഉറപ്പാണ് മാനസാന്തരം. അത് ഏതൊരു വ്യക്തിയുടെയും അനുഭവമല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് 10,000 സാക്ഷിക്കുന്നില്ലേ? നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ അദൃശ്യനായ ദൈവത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തൂ. നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു വയ്ക്കൂ. ആ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ സ്വന്തം അനുഭവമായി മാറണം. അപ്പോഴാണ് മാനസാന്തരം. ജീവിതം റൈറ്റ് അബൌട്ട് ഓൺ തിരിയും, ഒരു സംശയവുമില്ല. ഇന്ന് പടം വെട്ടിപ്പിടിക്കാൻ ഓടുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് 30-ാമത്തെ വയസ്സിൽ കൈകൾ കൂട്ടി തിരുമി. കൂടെയുള്ളയാൾ ചോദിച്ചു, അയ്യോ അങ്ങെന്താണ് ഇത് ചെയ്യുന്നത്? എൻ്റെ കൈകൾ തരിക്കുന്നു, എൻ്റെ രക്തം തിളയ്ക്കുന്നു, എനിക്ക് ഇനിയും യുദ്ധം ചെയ്യണം, രാജ്യങ്ങളില്ല. മഹാനായ അലക്സാണ്ടർ 30-ാമത്തെ വയസ്സിൽ കൈകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, എനിക്ക് ഇനിയും യുദ്ധം ചെയ്യണം, കൈകൾ തരിക്കുന്നു, ചോര തിളയ്ക്കുന്നു, രാജ്യങ്ങളില്ല, എല്ലാം പിടിച്ചടക്കി. പ്രിയപ്പെട്ടവർ, അതിനേക്കാൾ വരുന്നില്ലല്ലോ നമ്മളാരും. ആ അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ രോഗശയ്യയിൽ, ഇത് മരണശയ്യാണെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം നിരാശയോടെ ചുറ്റും നോക്കി. കൂടെ നിൽക്കുന്നത് ചോദിച്ചു, അങ്ങ് എന്താണ് നോക്കുന്നത്? എന്താണ് അങ്ങയുടെ ആവശ്യം? ഒരാവശ്യമുണ്ട്. എന്താണ്? ഞാൻ അധികം താമസിക്കാതെ മരിക്കും. നിങ്ങൾ നഗരി കാണിക്കാൻ എന്നെ കൊണ്ടുനടക്കും, പട്ടണത്തിൽ എല്ലാവരും കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുനടക്കും.
നിങ്ങളൊരു കാര്യം ചെയ്യണം. എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ശവപ്പെട്ടിയിൽ 2 ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി എൻ്റെ ഈ 2 കൈകളും പുറത്തേക്ക് ഇടും. നേക്കഡ് ഹാൻഡ്സ്, ഗ്ലൗസ് ഒന്നും ഇടില്ലേ. അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി പോകുന്നു. ഈ ഗതി വേറെ ആർക്കും വരരുത്. എൻ്റെ നഗ്നമായ കൈകൾ എല്ലാവരും കാണട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുറേയൊക്കെ ഉണ്ടാക്കിയില്ലേ? മനുഷ്യനെ പറ്റിച്ചും വെട്ടിച്ചും കള്ളം പറഞ്ഞും സാമർഥ്യം കാണിച്ചും കുറേ ഉണ്ടാക്കിയില്ലേ? ഒരു നീ കൊണ്ടുപോവില്ല, ഒരു മുട്ട സൂചി പോലും കൊണ്ടുപോവില്ല. നിന്റെ ആത്മാവിനെ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? സാത്താൻ പാതാളത്തിലേക്ക് കൊണ്ടുപോകും. ഇത് മതിയോ നിനക്ക്? കർത്താവ് തിരുവായി പിടിച്ച് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? സഹോദരാ, ഇപ്പോൾ ഈ നിർണായകമായ സമയം, ദൈവം തന്നെ വിളിക്കുന്നതായ ഈ സമയം, നീ എന്തുണ്ടാക്കി? എൻ്റെ ആത്മാവിന് വേണ്ടി നീ എന്ത് കരുതി? ഒന്നും കരുതിയില്ലല്ലോ. നീയാണ് ഏറ്റവും വലിയ ഭോഷൻ. ഒന്ന് തിരിച്ചറിയാമോ? നിന്നെ വിളിക്കുന്നതിൻ്റെ സൃഷ്ടാവായ ദൈവം, സ്നേഹവാനായ ദൈവം നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു, വാത്സല്യത്തോടെ വിളിക്കുന്നു, തൻ്റെ പ്രിയ മക്കളെ വിളിക്കുന്നു. ശൗലിനെ വിളിച്ചതേ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. അവങ്കിലേക്ക് തിരിഞ്ഞാൽ ഭാഗ്യമായി. റൈറ്റ് അബൌട്ട് ടേൺ തിരിയുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറും, ഉറപ്പ്. നിങ്ങൾ അനുഭവിക്കൂ പ്രിയപ്പെട്ടവരെ. 2 പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കളിപ്പാട്ടം കാണും, അതെനിക്ക് വേണം, കൊടുക്കില്ല. വെറും 2 രൂപയുടെ സാധനമായിരിക്കും. അവർക്കത് വിലപ്പെട്ടതാ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും, കൊടുക്കത്തില്ല. എത്ര വന്നാലും കൊടുക്കത്തില്ല. കരയും, കൂവും, ബഹളം വെക്കും. എന്നാൽ അതിനേക്കാൾ എത്ര കൂടെ നല്ല ഒരെണ്ണം കാണിച്ചു കഴിഞ്ഞാൽ അത് കൈ കിട്ടു. അത് വിട്ടിട്ട് ഇത് വരി. ഇത്രയേ ഉള്ളൂ മനുഷ്യ. ഈ സാക്ഷാൽ ദൈവസ്നേഹം നീ കണ്ടാൽ ഒരിക്കലും നീ ലോകത്തെ സ്നേഹിക്കാൻ പോവില്ല. പരമസത്യമാണ്. ഈ കർത്താവിനെ ഉപദ്രവിച്ചുകൊണ്ട് ഓടി നടന്ന ശൗല്, അവൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബഹുമതികളെല്ലാം ചപ്പന്നും ചവർന്നും എണ്ണിയില്ലേ? സത്യമല്ലേ? അവൻ ലേഖനങ്ങളിലെല്ലാം അത് എഴുതിയില്ലേ? അവന് ഒരു കാലത്ത് നന്മയായിരുന്ന തിന്മയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇതൊന്നുമല്ല ശരിയായ ധനമെന്ന് അവൻ പിടികിട്ടി. ജീവിതം റൈറ്റ് അബൌട്ട് ടേൺ തിരിഞ്ഞു. ഒരു യൂ ടേൺ തിരിയുന്നത്, റൈറ്റ് അബൌട്ട് ടേൺ തിരിയുന്നത്, അതാണ് മാനസാന്തരം. മനസ്സുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ, പ്രത്യേകിച്ച് വേറെ അഡ്രസ്സൊന്നുമില്ല, മരുഭൂമിയിൽ നിന്ന് വന്നവൻ, ഒട്ടക വസ്ത്രം ധരിച്ചവൻ, അരയിൽ തോൽവാറ് ധരിച്ചവൻ, കാട്ടുതേനും വെട്ടിക്കിളിയും, മരുഭൂമിയിൽ വളർന്നവൻ, നാസീർ വ്രതമുള്ളവൻ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോടെ നിറഞ്ഞവൻ, ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ, കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ, മരുഭൂമിയിൽ നിന്നു. പട്ടത്തൊന്നുമില്ല, തൊപ്പിയൊന്നുമില്ല, കുപ്പായൊന്നുമില്ല. വന്നു, പ്രസംഗിച്ചു. മാനസാന്തര പ്രസംഗം. യോർദാൻ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് താൻ വചനം പറഞ്ഞപ്പോൾ കേട്ട് ജനമെല്ലാം പൊട്ടിക്കരഞ്ഞു, പാപങ്ങളേറ്റു പറഞ്ഞു. യോഹന്നാനവർ സ്നാനമേറ്റു. വേദപുസ്തകം സാക്ഷിക്കുന്നു. ഈ തലമുറയിലോ സഹോദര, പാപത്തെ ഓർത്ത് പൊട്ടിക്കരയുന്ന എത്ര പേരുണ്ട്? പാപം ഏറ്റുപറഞ്ഞ് റൈറ്റ് അബൌട്ട് ഉണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? മാനസാന്തരപ്പെടുന്ന എത്ര പേരുണ്ട്? അനേകര സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് അന്നത്തെ ശാസ്ത്രിമാരും പരീശന്മാരും, ഉന്നതന്മാർ, തൊപ്പിയും കുപ്പായമുള്ളവർ, സഭയെ അംഗീകരിച്ചവർ, ഉപദേഷ്ടാക്കന്മാർ, അവരും വന്നു. അവർക്ക് പാവമൊന്നും ഏറ്റു പറയാനില്ലല്ലോ, പാവമില്ലല്ലോ അവർക്ക് പത്തിയുടെ വേഷമല്ലേ കയ്യിലേ. അവരും വന്നു സ്നാനമേൽക്കാൻ. ഒരു പദവി ഇരുന്നോട്ടെ, യോഹന്നാൻ സ്നാപകന്റെ പദവി കൂടെ ഇരുന്നോട്ടെ. യോഹന്നാൻ സ്നാപകൻ അവരെ നോക്കിട്ട് പറഞ്ഞത്, സർപ്പസന്തതികളെ, ഒരു ഭയവുമില്ലാതെ പറഞ്ഞു, ദൈവജനമേ, എന്നും പറയാൻ അതേ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ നോക്കി വിളിക്കുന്നത് സർപ്പസന്തതികളെന്നാണോ? അന്നത്തെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കി സർപ്പസന്തതികളെ എന്ന് വിളിച്ച യോഹന്നാൻ സ്നാപകന്മാരെയാണ് ഇന്ന് വേണ്ടത്. കർത്താവിന് വഴിയൊരുക്കാൻ
ആത്മാക്കളെ നേടാൻ സമർപ്പണമുള്ള ആളുകളെയാണത് വേണ്ടത്. ആരുണ്ട്? ജീവിതം കൊണ്ടത് കാണിച്ചു കൊടുക്കാൻ. വേഷം കെട്ടുകൊണ്ടല്ല, ഉപദേശം കൊണ്ടൊന്നും അല്ല. ഈ ഉപദേശമൊന്നും വേണ്ട. എവിടെ നോക്കിയാലും ഉപദേശമല്ലേ ഉള്ളൂ. ജീവിതം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, രക്ഷയുടെ സന്തോഷം കാണിച്ചു കൊടുക്കാൻ സഹോദര കഴിയുമോ? എത്രയോ വ്യക്തമാണ്. ശൗലിനെ പൗലോസാക്കി മാറ്റിയില്ലേ കർത്താവ്? അതേ കർത്താവല്ലേ നമ്മെ വിളിക്കുന്നത്? നമ്മുടെ കണ്ണിന് മുമ്പിൽ എത്രയോ ആളുകൾ യഥാർത്ഥ മാനസാന്തരം അനുഭവിച്ച് ജീവിച്ച എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് ധന്യരായി കടന്നുപോയി. നമുക്ക് മാതൃകളില്ലേ? സാക്ഷിയെടുത്ത വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും 12-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, ഓടി തുടങ്ങാം. പാപത്തോടെ യാത്ര പറയാം, വഴിയിലൂടെ യാത്ര പറയാം. ഇത്തിരി വെള്ളം കുടിച്ചില്ലേ ഈ ലോകത്തിൻ്റെ വെള്ളം? ഈ പാവവഴിയോടൊക്കെ നടന്നില്ലേ? എന്ത് പ്രയോജനം കിട്ടി? ദാഹം മാറിയോ? ആർത്തി മാറിയോ? പാപം ചെയ്യാനുള്ളതായ മോഹം മാറിയോ? ഇല്ല. ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാ. ശമരിയാക്കാരി സ്ത്രീയോടാണ്. അവൻ സൃഷ്ടാവല്ലേ, അവനെല്ലാം അറിയുന്നവനല്ലേ, മനുഷ്യൻ്റെ ബലഹീനതകൾ അറിയുന്നവനല്ലേ. സഹോദര, ഈ ലോകത്തിൻ്റെ വെള്ളം കുടി ഒന്ന് നിർത്താമോ? അങ്ങനെ എത്ര കുടിച്ചാലും പിന്നെയും ദാഹിക്കും. നീ അത് കുടിക്കും തോറും നിനക്ക് ദാഹം വർദ്ധിക്കും. ദാഹം വർദ്ധിക്കും തോറും നിനക്ക് നിരാശയിലേക്ക് നീ പോവും. ആത്യന്തികമായ ഇരയെ നടക്കും, നിരാശയിലേക്ക് നീ പോവും. അതിനിട കൊടുക്കരുത്. നിന്നെ വിളിക്കുന്നത് സ്നേഹവാനായ ദൈവം നിന്റെ അരികിൽ തന്നെ ഉണ്ട്. നിന്റെ അരികിൽ തന്നെ ഉണ്ട്, വിളിക്കുന്നുണ്ട്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ച അതേ കർത്താവ്. അതൊക്കെ അപ്പോസ്തലനായ പൗലോസ് സ്വന്തം അനുഭവം പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ സ്വന്തം അനുഭവ അപ്പോസ്തലൻ വിവരിക്കുമ്പോൾ അവിടെ ഒരു വാക്യം പറയും. 16-ാമത്തെ വാക്യം: എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ദമസ്കോസിന്റെ പടിവാതിക്കൽ നടു റോഡിൽ വീണ കണ്ണുകാഴ്ചയില്ലാതെ കിടക്കുന്ന ആ ശൗലിനോട് കർത്താവ് അവൻ്റെ ഹൃദയത്തോട് ഇടപെടുകയാണ്. എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തോട് ഇടപെടുന്ന അതേ കർത്താവ് അന്ന് ശൗലിനോട് ഇടപെട്ടു. എന്താണ് പറഞ്ഞത്? നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. എന്തിനാണ് ആ ദൈവം നമ്മെ വിളിക്കുന്നത്? ഇന്ന് അനേക നാശത്തിലേക്ക് പോകുന്ന മനുഷ്യരെ വീണ്ടെടുക്കാൻ, കത്തുന്ന കുളികളെ വലിച്ചെടുക്കാൻ, നിന്നെ ശുശ്രൂഷകനാക്കുവാൻ, നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ. ഇന്ന് നിനക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടും. ഒരു നിമിഷം കൊണ്ട് കിട്ടും. നിന്റെ സ്ഥിതി കർത്താവ് മാറ്റും. കർത്താവ് ഒരു പ്രയാസവുമില്ല. ഈ പാവപ്പെട്ടവൻ അനുഭവിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ഞാൻ ഈ നിമിഷം മുതൽ നിൻ്റെ വകയെന്നൊരു വാക്ക് പറയാമോ? നിന്നെ വീണ്ടെടുക്കാൻ കർത്താവ് റെഡിയാണ്, ഒരുക്കമാണ്. ഏത് കൊടുമ്പാവിയെ വീണ്ടെടുക്കുന്നവനാണ് അവൻ. കൊടുമ്പാവികളെ വീണ്ടെടുത്ത് ചരിത്രം നാം വായിക്കുന്നില്ലേ? 7 ഭൂതങ്ങൾ പാലിച്ച ഭക്തരക്കാരത്തി മറിയ ദൈവം കൊടുത്ത സൗന്ദര്യം മുഴുവനും തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ജീവിതം തകർത്ത് കളഞ്ഞവള്. യെരുശലേമിലെ അനേക കുടുംബങ്ങളെ തകർത്തവള്. യഹൂദ പാരമ്പര്യം വായിച്ചാൽ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും പോലും തകർത്ത് കളഞ്ഞവൾ. അവിടെ എന്താണ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാതെ 7 ഭൂതങ്ങൾ പാലിച്ച് അവളുടെ ശരീരം തിന്മയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഓടി നടന്നവൾ. അവളെ പിടിച്ചില്ലേ? വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടില്ലേ അവൾ? ഭാഗ്യവശാൽ അവളെ കൊണ്ടുവന്നത് യേശുവിൻ്റെ മുൻപിൽ. എന്തിനെന്നറിയാമോ? യേശു കുറ്റമാരോപിക്കാനാ. പ്രിയപ്പെട്ടവർ, ഭാഗ്യമായിപ്പോയി. ആ മക്കളക്കാരി മറിയ യേശുവിന് മുമ്പിലുണ്ട്. ഭാഗ്യമായിപ്പോയി. പിടിച്ചോണ്ട് വന്നവരൊക്കെ പറഞ്ഞു, ഭക്തന്മാരൊക്കെ പറഞ്ഞു, ഇവിടെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു, ഇവിടെ കല്ലെറിഞ്ഞുള്ളൂ എന്ന് ന്യായപ്രമാണം പറയുന്നു. നീ എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, സഹോദര, അതിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കേ. നിന്റെ ഹൃദയത്തിൽ പാവമില്ലേ? ഇല്ലേ? പ്രവൃത്തികളിൽ എന്താ പറയുമായിരിക്കും? ചിന്തകളില്ലേ? അരുതാത്ത വിചാരങ്ങളില്ലേ? ഉന്നത ഭാവമില്ലേ? മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന സ്വഭാവമില്ലേ?
ഞാൻ ഏതാണ്ടൊക്കെയാണെന്നുള്ളതായ അഹങ്കാരത്തിൻ്റെ ഹൃദയത്തിലില്ലേ? മറ്റുള്ളവരെയെല്ലാം നിന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർ, സ്ഥിതി മാറ്റാൻ കർത്താവ് വന്നിട്ടുണ്ട്, സ്നേഹത്തോടെ വന്നിട്ടുണ്ട്. ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ നിമിഷം ശൗല് മാറി. കർത്താവിനെ ഒരു നിമിഷം കണ്ടു. ആ വെളിച്ചത്തിൽ കണ്ണുകാഴ്ച പോയി. കർത്താവിനെ പറഞ്ഞിട്ടില്ലേ, എന്നെ കാണാൻ ആർക്കും കഴിയുകയില്ല, എന്നെ കണ്ട ആർക്കും ജീവനോടെ ഇരിക്കാൻ കഴിയുകയില്ല. തേജോമയനായ ദൈവത്തെ ഒരു നിമിഷം ശൗല് കണ്ടു, കണ്ണുകാഴ്ച പോയി, നിലത്ത് വീണു. ഒരു പുതിയ ആരംഭം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നടു റോഡിൽ കണ്ണുകാഴ്ചയില്ലാതെ വീണ് കിടക്കുന്ന ശൗൽ, ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭം. എൻ്റെ ദൈവമേ, എന്നെ ഈ വചനം കേൾക്കുന്ന അനേകര മാനസത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആൾ മാറിയില്ലേ? ശൗല് മാറിയില്ലേ? ശൗലിനെ പൗലോസാക്കി മാറ്റി ദൈവം ജീവിക്കുന്നില്ലേ? ശൗലേ, ശൗലേ, ആ ദൈവം വേദനയോടെ വിളിക്കുമ്പോൾ, ശീമോനെ, ശീമോനെ, യെരൂശലേമേ, യെരൂശലേമേ, വേദനയോടെ വിളിക്കുമ്പോൾ ആ ശബ്ദം എൻ്റെ നേരെയാണോ? നിങ്ങളുടെ ഓരോരുത്തരെയുമാണോ? സഹോദര, ശാന്തമായി ചിന്തിക്കൂ. ദൈവം നമ്മെ എല്ലാം വിളിക്കുന്നുണ്ട്. എന്തിനാണ്? അവൻ്റെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ, നിന്റെ സ്ഥിതി മാറ്റാൻ, യൂട്ടേൺ തിരിയാൻ, ലക്ഷ്യം മാറ്റിത്തരാൻ. പ്രിയപ്പെട്ടവരെ, കൈക്കൂലി വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. നോട്ട് കെട്ടുകൾ എൻ്റെ നേരെ വെച്ച് നീട്ടിയിട്ടുണ്ട് അനേക അവസരങ്ങളിൽ. എൻ്റെ കയ്യും കൊണ്ട് നീളാൻ ഞാൻ അറിയാമോ? അതിനേക്കാൾ വലിയവൻ എൻ്റെ ചങ്കിനകത്തുണ്ട്. സ്തോത്രം. സ്വർഗത്തിൻ്റെ ഉടയവൻ എൻ്റെ ചങ്കിനകത്തുണ്ട്. അതിനേക്കാൾ വലുത് എന്തുണ്ട് പ്രിയപ്പെട്ടവനെ? നിനക്കത് ഇന്ന് സൗജന്യമായി തരാമെന്നാണ് കർത്താവ് പറയുന്നത്. തുറക്കാമോ ഹൃദയം? പൂട്ടകത്താ. സ്വാതന്ത്ര്യം നിനക്കാ. അവിടെ വേറെ ആർക്കും അവിടെ അവകാശമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കാണ്. നിന്നെ വിളിക്കുന്നു, നിന്നെയും വിളിക്കുന്നു. ഹൃദയം തുറക്കാമോ? ജീവിതം കൈമാറാമോ? ഒരു നിമിഷം വൈകില്ല. ജീവിതത്തിന് ഇന്ന് നീ കർത്താവിന് കൈമാറിയാൽ ഒരു നിമിഷം വൈകില്ല. ഇത്ര പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യനേക്കാളും പിന്നെ പ്രതികരിക്കുന്നവനായ ദൈവം അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ തലയോറ് പാവപ്പെട്ട ഞാൻ സാക്ഷ്യത്തോടെ പറയട്ടെ, ഒരു നിമിഷം കർത്താവ് വൈകില്ല. കൊടുക്കാമോ ജീവിതം? കർത്താവെ, ഈ പാവപ്പെട്ട ഞാൻ നിനക്ക് തരുന്നു പറയാമോ? ഹൃദയം നിനക്കായി തരുന്നെന്ന് പറയാമോ? ഒന്നെനിക്കറിയാം, നിന്നെ മുഴുവനുമായി ഇവനെ ഏറ്റെടുക്കും. ശൗലിനെ ഏറ്റെടുത്തില്ലേ പ്രിയപ്പെട്ടവർ? ഭീകരനായ ശൗലിനെ ഏറ്റെടുത്തില്ലേ കർത്താവ്? എവിടെയെവിടെല്ലാം നടത്തി, ഏതെല്ലാം വഴികളിലൂടെ നടത്തി. ചത്തെന്ന് വിചാരിച്ചിട്ടിട്ട് പോയില്ലേ യഹൂദന്മാർ ഈ പൗലോസിനെ? യഹൂദന്മാർ പോയി കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് ഓടി. ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, കൂടെ കർത്താവുണ്ട്, കൂടെ കർത്താവുണ്ട്. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് പ്രിയപ്പെട്ടവർ? അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പത്ത് എന്ത് വേണം? നീ എന്തിനാണ് ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത്? നീ എന്തിനാണ് ഈ മണ്ണാങ്കട്ടയും കക്ഷത്തിൽ വെച്ചോട്ട് നടക്കുന്നത്? ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ അക്കരെ കയറുന്നുകൊണ്ട് പറഞ്ഞതല്ലേ, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. മണ്ണെ പ്രതി ഈ മാണിക്യം ഞാൻ കൈവിടുകയില്ല. നിങ്ങൾ പാടിയവരല്ലേ? മണ്ണെ പ്രതി മാണിക്യം കൈവിടുകയില്ല. ഇന്ന് ഈ മണ്ണിൻ്റെ പറയാൻ നടക്കുകയില്ലേ? ഈ നക്കാപ്പിച്ചട പറയാൻ നടക്കുകയല്ലേ? സ്വന്തം ലാഭത്തിൻ്റെ പറയാൻ നടക്കുകയല്ലേ? കർത്താവിൻ്റെ മുഖം ആരെങ്കിലും കാണുന്നുണ്ടോ? കർത്താവിൻ്റെ വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? ദൈവമെതിരെ ഈ അന്ത്യകാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലനായ പത്രോസ് പറയും, ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ഭാഗത്ത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാനനുസരിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സഹോദരാ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ, നിന്റെ തലമുറകളെ നോക്കുമ്പോൾ കർത്താവ് പിന്നെയും നിനക്ക് വേണ്ടി അവസരം ദീർഘിപ്പിച്ചിരുന്നു. കർത്താവ് രണ്ടാമത് വരാറ് പിന്നെയും നിനക്ക് അവസരം എന്തിനറിയാമോ? നിന്റെ മാനസാന്തരത്തിന്. സഹോദര, മാനസാന്തരം ഇന്നാകുമോ? ഒരു നിമിഷം കൊണ്ട് ശൗലിന് മാനസാന്തരം കൊടുത്ത കർത്താവ്, പൗലോസാക്കി മാറ്റിയ കർത്താവ്, മരിക്കുന്നവരെയും കൂടെ ഇരുന്ന കർത്താവ് നിന്നെ വിളിക്കുന്നു.
ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നിമിഷം നമുക്ക് കർത്താവിനോട് ഒരു വാക്ക് പറയാം. കർത്താവേ, സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇതുവരെ നടന്നു. നിന്നെ അറിയാത്തവനായി, നിന്നെ അനുഭവിക്കാത്തവനായി, പാപത്തെ വെറുക്കാത്തവനായി. പ്രിയപ്പെട്ടവരെ, പാവം മാറാൻ എന്നാ വഴി? പാവം മാറാൻ എന്ത് ചെയ്യണമെന്ന് നിലവിളിക്കുന്നവരുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതിന് വേറെ മാജിക്കൊന്നും വേണ്ട. ദൈവത്തെ അങ്ങ് സ്നേഹിച്ചാൽ മതി. നീ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിയാൽ നീ പാപത്തെ വെറുത്തിരിക്കും. അത് സ്വാഭാവികമാണ്. എനിക്ക് കഴിയുന്നില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വേറെ നിന്നോടൊക്കെ സ്നേഹമുണ്ട്. നമുക്കിന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാരകൾ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് നമുക്കൊരു വാക്ക് പറയാം. കർത്താവേ, എൻ്റെ പാവഴികളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ മുൻപാകെ വരുന്നു. രക്ഷകനും കർത്താവുമായ യേശുവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ വരുന്നു. കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശത്രുവിനെ പരസിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവത്തിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ അവിടെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ നടത്തണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെ കാക്കണമേ. മാനവും മുഖത്തോട് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.